വിനിത, ഇന്നും പതിവ് പോലെ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഉണ്ടായ പോലെ തന്നെ സംസ്ഥാനത്ത് ഡ്രൈവിംഗ് ടെസ്റ്റ് മുടങ്ങിയിരിക്കുകയാണ്. ടെസ്റ്റ് പരിഷ്കരിച്ചല്ലാതെ ഇതിൽ പ്രതിഷേധത്തിൽ നിന്ന് പിന്നോട്ട് പോകില്ലെന്നുള്ള നിലപാടിൽ തന്നെയാണ് ഡ്രൈവിംഗ് സ്കൂൾ ഉടമകളുടെ തീരുമാനം വന്നിരിക്കുന്നത്. എന്തായാലും എറണാകുളത്ത് പ്രതിഷേധക്കാർ ടെസ്റ്റുകൾ ബഹിഷ്കരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. ആരും എത്താത്തതിനാൽ തിരുവനന്തപുരത്ത് ടെസ്റ്റ് നടക്കുകയും ചെയ്തിട്ടില്ല. മുട്ടത്തറയിൽ നിന്ന് അശ്വിൻ ഡിയാഗോയും ഒപ്പം എറണാകുളത്ത് നിന്ന് അർജുൻ മട്ടന്നൂരും ചേരുന്നു. അർജുൻ, ഇപ്പോൾ എറണാകുളത്തെ സ്ഥിതി എന്താണ്? അവിടെ ആളുകൾ എത്തിയിട്ടുണ്ടോ ഈ ടെസ്റ്റ് നടത്തുന്നതിനായി? കൂടുതൽ ആളുകൾ എത്തുന്ന ഒരു സ്ഥലം തന്നെയാണ് എറണാകുളം. അവിടെ ഇപ്പോഴും പ്രതിഷേധമുണ്ടോ? ഏത് രീതിയിലാണ്? ടെസ്റ്റ് ഇന്നും മുടങ്ങിയ സാഹചര്യം അല്ലേ? വിനീത, എറണാകുളത്തും ഇന്ന് ഡ്രൈവിംഗ് ടെസ്റ്റുകൾ മുടങ്ങിയിട്ടുണ്ട്. അതായത് ഞാനിപ്പോൾ നിൽക്കുന്നത് എറണാകുളത്തെ പ്രധാനമായും ഡ്രൈവിംഗ് ടെസ്റ്റ് നടക്കുന്ന കാക്കനാട് ഗ്രൗണ്ടിലാണ്. ഇവിടെ കഴിഞ്ഞ കുറേ ദിവസമായി ഇവർ സമരം നടത്തുകയായിരുന്നു. ഇന്നും ഡ്രൈവിംഗ് സ്കൂൾ ഉടമകളടക്കം വന്നിട്ടുണ്ട്. പക്ഷേ ഇവർ സമരവുമായി മുന്നോട്ട് പോവുകയാണ്. ഇന്ന് ഡ്രൈവിംഗ് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി ആരും തന്നെ എത്തിയിട്ടില്ല. ഈ സമരം അറിഞ്ഞതുകൊണ്ട് തന്നെ മറ്റാരും വന്നിട്ടില്ല. പക്ഷേ എന്തായാലും ഇത്തരത്തിൽ ഇന്ന് ടെസ്റ്റുകൾ നടക്കില്ല, ഇത് അനുവദിക്കില്ല എന്ന ഒരു നിലപാടിൽ തന്നെയാണ് ഈ ഡ്രൈവിംഗ് സ്കൂൾ ഉടമകളടക്കം ഉള്ളത്. ഉദ്യോഗസ്ഥരടക്കം എത്തിയിട്ടുണ്ട്. സമരവുമായി മുന്നോട്ട് പോവുകയാണോ? സമരവുമായിട്ട് മുന്നോട്ട് പോകാനാണ് ഞങ്ങളുടെ തീരുമാനം. എല്ലാ സംഘടനകളും നിന്നുകൊണ്ട് തന്നെയാണ് സമരത്തിൽ നിൽക്കുന്നത്. എന്താണ് ഇതിലൊരു സർക്കാർ ഒരു ചർച്ചക്കോ അല്ലെങ്കിൽ ഒരു വിട്ടുവീഴ്ചക്കോ തയ്യാറാവുന്നില്ല എന്ന് തന്നെയാണ് പറയുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും എങ്ങനെയാണ് നിങ്ങൾ അടുത്ത ഘട്ടത്തിലുള്ള ഒരു സമര പരിപാടികളൊക്കെ എങ്ങനെയാണ്? നമ്മളുടെ മിനിസ്റ്ററിൻ്റെ കടുംപിടുത്തം കാരണമാണ് ഇത് നീണ്ടുപോകുന്നത്. ഒരു ചർച്ചയ്ക്ക് അദ്ദേഹം മുന്നോട്ട് വരുന്നില്ല. പിന്നെ 4/2024 എന്ന് പറഞ്ഞ സർക്കുലർ പിൻവലിക്കുന്നവരെ ഞങ്ങൾ സമരവുമായി മുന്നോട്ട് പോകാനാണ്. 13-ാം തീയതി സെക്രട്ടേറിയറ്റ് മാർച്ച് സംഘടിപ്പിച്ചിട്ടുണ്ട്. എല്ലാ സംഘടനകളും നിന്നുകൊണ്ട് തന്നെ സെക്രട്ടേറിയറ്റ് മാർച്ചിനെ നയിക്കും. ഈ സർക്കുലർ പൂർണ്ണമായിട്ടും പിൻവലിക്കുക എന്നുള്ളത് തന്നെയാണോ നിങ്ങളുടെ പ്രധാനപ്പെട്ട ആവശ്യം? അതെ, സർക്കുലറിനെ പൂർണ്ണമായും പിൻവലിക്കുക എന്നുള്ളത് തന്നെയാണ്. ഇതിലെ ചില നിബന്ധനകൾ അത് പിൻവലിച്ചാൽ മാത്രം മതിയോ, അത് പൂർണ്ണമായും പിൻവലിക്കണം തന്നെയാണോ? ഇപ്പം ഞങ്ങൾ ആവശ്യപ്പെട്ടേക്കണം പൂർണ്ണമായും പിൻവലിക്കണമെന്നാണ്. ഞങ്ങൾ അത് പറയാനുള്ള കാരണം എന്താണെന്ന് പറഞ്ഞാൽ 15 വർഷമായ വാഹനങ്ങൾ ഡ്രൈവിംഗ് ടെസ്റ്റിനെ ഉപയോഗിക്കാൻ പാടില്ല എന്നുള്ളത്. നമ്മുടെ നിരത്തുകളിൽ 15 വർഷം കഴിഞ്ഞ ആംബുലൻസുകൾ ഉപയോഗിക്കുന്നുണ്ട് കേരളത്തിൽ തന്നെ പല സ്ഥലങ്ങളിലും. എന്തുകൊണ്ട് ഡ്രൈവിംഗ് ടെസ്റ്റിനെ ഇത് ഉപയോഗിക്കാൻ പാടില്ല? ഇവർ തന്നെ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് നൽകുന്ന വാഹനങ്ങളാണ് ഒന്നത്. പിന്നെ രണ്ടാമത്തെ കാര്യം, പാർട്ട് 1 കഴിഞ്ഞിട്ടാണ് പാർട്ട് 2 നടത്തിയിരുന്നത്. എച്ച് എന്ന് പറഞ്ഞ സംഭവം കഴിഞ്ഞിട്ടാണ് റോഡ് ടെസ്റ്റിന് ഇറങ്ങിയിരുന്നത്. അത് മാറ്റി പാർട്ട് 2 കഴിഞ്ഞിട്ട് പാർട്ട് 1 നടത്തിയാൽ മതി. പിന്നെ ഡ്യുവൽ കൺട്രോളിംഗ് ഉള്ള വാഹനം ഡ്രൈവിംഗ് ടെസ്റ്റിനെ ഉപയോഗിക്കാൻ പാടില്ല. ഡ്യുവൽ കൺട്രോളിംഗ് വെച്ചിരിക്കുന്നത് റോട്ടിലൂടെ പോകുന്ന ആളുകളുടെ സുരക്ഷയ്ക്കും വാഹനത്തിലിരിക്കുന്നവരുടെ സുരക്ഷയ്ക്കും പിന്നെ വാഹനത്തിൻ്റെ സുരക്ഷയ്ക്കും വേണ്ടിയാണ്, ഒരു അപകടം ഒഴിവാക്കാൻ വേണ്ടിയാണ്. ഇതില്ലാതെ റോട്ടിലിറങ്ങിയ ഡ്രൈവിംഗ് ടെസ്റ്റ് നടത്തുമ്പോൾ ഈ ഡ്രൈവിംഗ് ടെസ്റ്റ് നടത്തുന്ന ഉദ്യോഗസ്ഥനും ബുദ്ധിമുട്ടായിരിക്കും, ടെസ്റ്റ് നടത്തുന്ന വിദ്യാർത്ഥിക്കും, അതുപോലെ തന്നെ റോഡ് ഉപയോഗിക്കുന്ന മറ്റുള്ള വാഹനങ്ങൾക്കും യാത്രക്കാർക്കും ബുദ്ധിമുട്ടായിരിക്കും. അതുപോലെ തന്നെ ഈ 30 പേർക്ക് മാത്രം ഒരു ദിവസം ടെസ്റ്റ് നടത്താം, അതും സർക്കാർ 50 എന്ന് പറയുന്നുണ്ടെങ്കിൽ പോലും അതിലൊരു സർക്കുലറായിട്ട് ഇറങ്ങിയിട്ടില്ല എന്നാണ് ഇറങ്ങിയിട്ടില്ല. കാരണം എറണാകുളം പോലുള്ള ഇവിടെ നടന്നിരുന്നത് 120 പേരെ ടെസ്റ്റ് നടന്നിരുന്ന സ്ഥലത്ത് 30 പേരായിട്ട് കുറച്ചു. ഈ 30 പേരെ ടെസ്റ്റ് നടത്തിയാൽ ഇപ്പോൾ ഇന്ന് ലേണേഴ്സ് എഴുതുന്ന ആൾ 1 വർഷം കഴിഞ്ഞാൽ മാത്രമാണ് ചിലപ്പോൾ ഡ്രൈവിംഗ് ടെസ്റ്റിന്. ലേണേഴ്സിൻ്റെ കാലാവധി 6 മാസമുള്ളൂ. അപ്പോൾ നമ്മൾ ലേണേഴ്സ് റിന്യൂ ചെയ്യേണ്ടി വരും. പിന്നെ ഇവർ കാത്തിരിക്കേണ്ടതായിട്ട് വരും. വിദേശ രാജ്യങ്ങളിലും അല്ലെങ്കിൽ ഇവിടെ തന്നെ അതർ സ്റ്റേറ്റിലൊക്കെ പോയി പഠിക്കാനായിട്ട് വിദ്യാർത്ഥികൾ